പെരുമ്പാവൂർ വട്ടക്കാട്ടുപടി SNDP ഓഫീസിന് സമീപത്ത് കുടുംബവുമൊത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഒഡീഷ സ്വദേശിയായ ആകാശ് ഡിഗൽ. ഇയാളുടെ നാട്ടുകാരനും സുഹൃത്തുമായ അഞ്ജൻ നായിക്കും ഇതേ കെട്ടിടത്തിൽ തന്നെയാണ് താമസം. അഞ്ജൻ നായിക്കിൽ നിന്ന് കടം മേടിച്ച 1000 രൂപയെ ചൊല്ലി മുൻപുണ്ടായ വാക്കുതർക്കം രാവിലെയോടെ സംഘർഷത്തിലേക്കടുത്തു. കയ്യാങ്കളിക്കൊടുവിൽ കത്തിയെടുത്ത് ആകാശിന്റെ വയറ്റിൽ കുത്തിയ ശേഷം അഞ്ജൻ ഓടി രക്ഷപ്പെട്ടു. ആകാശ് ഡിഗലിനെ ഉടൻ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മരിച്ചവന്റെ ഭാര്യ വെളുപ്പിന് 7 മണിയായിട്ടുണ്ടാവും ഉദ്ദേശം. എല്ലാവരും വിളിച്ചോണ്ട് വീട്ടിൽ വന്ന് പറയണ കുത്തി പറഞ്ഞു കേട്ടുകൊണ്ട് ഞങ്ങൾ. പെരുമ്പാവൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വട്ടക്കാട്ടുപടി നെടുമ്പുറത്ത് ബിജുവിന്റെ വാടക കെട്ടിടത്തിലാണ് ഇരുവരും താമസിച്ചു വന്നത്. ഇവര് അടുത്തടുത്ത റൂമിൽ താമസിക്കുന്നവരാണ്. കാരണം കഴിഞ്ഞ ദിവസം വരെ അവർ നല്ല രീതിയിൽ താമസിച്ചുകൊണ്ടിരുന്നാണ് അവര് ഹൗസ് ഓണർ പറഞ്ഞത്. കൊലപാതക ശേഷം ഒഡീഷയിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതി അഞ്ജൻ നായിക്കിനെ പെരുമ്പാവൂർ വല്ലത്തുനിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് പിടികൂടി. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. നാളെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും. മരിച്ച ആകാശ് ദിഗൽ പെരുമ്പാവൂർ വന്നിട്ട് 6 മാസമായി. അഞ്ജൻ നായിക്കാകട്ടെ 4 മാസവും. ഇരുവരും 2 പ്ലൈവുഡ് കമ്പനികളിലാണ് ജോലി ചെയ്തിരുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.